ഹമാസ് വീണ്ടും അശാന്തി തുടരുകയാണ് എന്ന് ഒരു പക്ഷം. ഇസ്രായേൽ പറയുന്നത് അങ്ങനെയാണ്. ഹമാസ് നേരെ തിരിച്ച് ഇസ്രായേലിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ബന്ദികളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഈ വാക്പോര് നടക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈജിപ്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിട്ടുള്ള റഫ അതിർത്തി അടച്ചിടുമെന്നുള്ള കടുംപിടുത്തത്തിലാണ് നെതന്യാഹു ഉള്ളത്. അവിടെ എങ്ങനെയാണ് ഇനി ഒരു സമാധാനം പുലരുക? നമ്മൾ കഴിഞ്ഞ ദിവസം ഈ 20 പ്രോജക്റ്റ് അംഗീകരിക്കുന്നു, ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു സമാധാനം ഏത് വിധേനയായാലും കുഴപ്പമില്ല, അവിടെ സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പക്ഷെ രണ്ടു കൂട്ടരും പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ ഇനിയിപ്പോ ഒരു സമാധാനം ഉണ്ടാവുക? നേരത്തേനേക്കാൾ സങ്കടകരമായ രീതിയിൽ വീണ്ടും കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഇടക്കിടക്ക് ഇസ്രായേൽ ബോംബിംഗ് നടത്തുന്നുണ്ട്. ഹമാസ് അതേപോലെ തന്നെ അവിടെ കടന്ന് വെടിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആളുകൾ മരിച്ചു വീഴുന്നു ഇപ്പോഴും. അതുകൊണ്ട് ഗസയിൽ സമാധാനമായി എന്ന് ആർക്കും ഉറപ്പ് പറയാനായിട്ട് കഴിയുകയില്ല. സമാധാനം തുടർന്നു പോകുമോ എന്നൊന്നും ഉറപ്പില്ല. അതുകൊണ്ടാണ് നെതന്യാഹു ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. കാരണം സമാധാനം കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, ഇസ്രായേലിനും അതുപോലെ ഹമാസിനും ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് അവർ എന്ത് ചെയ്യേണ്ടത്, പരിശ്രമിക്കേണ്ടത്. ഇപ്പോൾ മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ വന്നിരിക്കുന്ന ഒരു തർക്കമാണ് വലിയ തർക്കമായിട്ട് അവതരിപ്പിക്കുന്നത്. മരിച്ചുപോയ ഈ ആളുകളുടെ മൃതദേഹങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടാക്കി പുതിയ ആളുകളെ കൊല്ലുകയും അവരെ മൃതദേഹങ്ങളാക്കി മാറ്റുകയും ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. സമാധാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമല്ല ഉള്ളത്. ആ ആഗ്രഹമായിരുന്നെങ്കിൽ വെടിനിർത്തൽ വന്നതിന് ശേഷം പിന്നീട് വെടിവെച്ചകൾ കേൾക്കാൻ പാടില്ലാത്തതാണ്. രണ്ട് ഭാഗത്തുനിന്നും, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ഇസ്രായേൽ പലസ്തീനിലേക്ക് വന്നിരുന്ന ഭക്ഷണത്തിൻ്റെ ട്രക്കുകൾ മുഴുവൻ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അത് തുറന്നു. പക്ഷേ അത് തുറന്നെങ്കിലും അന്താരാഷ്ട്ര സംഘടനകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ആവശ്യത്തിനുള്ള ട്രക്കുകൾ ഇപ്പോഴും ഭക്ഷണവുമായിട്ട് അവിടെ എത്തുന്നില്ല എന്നാണ് പറയുന്നത്. കുറേയൊക്കെ എത്തുന്നുണ്ട്. കാരണം ഒരുപാട് പേർ പട്ടിണിയിലാണ്. അവർക്ക് മുഴുവനും ആവശ്യത്തിന് ഭക്ഷണം നൽകാനും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനുമുള്ള സംവിധാനം യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് യുദ്ധം അവസാനിച്ച് ഒരു സമാധാന സന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതത്ര എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം ഇരുപക്ഷത്തും നടക്കുന്നു എന്നാണ് പൊതുവെ ലോകം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റഫ അടച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നത്തിലാവും. കാരണം റഫ അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വരാനായിട്ടുള്ള വഴി അടയുന്നു എന്നാണ് അതിനർത്ഥം. എന്നുവെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും. മനുഷ്യത്വം എന്ന് പറയുന്നത് ഇല്ല ഇവർക്ക്. അപ്പം അത് ഇസ്രായേൽ അധികാരികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നെതന്യാഹുവിനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഹമാസിനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഇതിൽ നിലവിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. കാരണം അവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. മറ്റവർക്കതില്ല. മറ്റവരുടെ ഹൃദയം എന്ന് പറയുന്നത് കല്ലിച്ച ഹൃദയമാണ്. ആളുകളെ കൊല്ലൽ അതിനപ്പുറത്ത് നെതന്യാഹുവിനോ അല്ലെങ്കിൽ ഹമാസിൻ്റെ ആളുകൾക്കും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അപ്പോൾ അവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യത്വം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഇവർക്ക് ഈ ഒരു ഇത്രയും നാടകങ്ങൾ കളിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നില്ലേ മാഷേ? കാരണം ഇങ്ങനെയുള്ള ഒരു നീക്കത്തിനേക്കാണെങ്കിൽ എന്തിനാണ് ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇവർ നടന്നത്? ഇവർക്ക് ഇസ്രായേലിനെ ഇനിയിപ്പോ ഈ പറയുന്ന പ്രദേശം കൂടി പിടിച്ചെടുക്കണം എന്നുള്ളതാണെങ്കിൽ അത് പിടിച്ചെടുത്ത് അവസാനിപ്പിക്കുക. വെറുതെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം അവിടെ എന്ത് സംഭവിക്കും. ഇത്രയും വർഷമായില്ലേ, അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. അതല്ല അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടുകൂടി ഇസ്രായേലിനെ അവിടെ പിടിച്ചെടുക്കണം, അതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവിടെ ജൂത സെറ്റിൽമെന്റുകൾ വരണം, അതല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അവിടെ ഒരു വലിയ ടൂറിസം പ്രോജക്റ്റ് വരണം എന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് ഇവർ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുക, ഇവർ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. ഹമാസ് എന്തായാലും അവിടം വിട്ടുകൊടുക്കാനോ
ഒരു നീക്കം ഉണ്ടാവില്ല. അവർ എന്താ പറയാ, പൂർണ്ണമായും ഇല്ലാതെ ആകുന്നത് വരെ അവർ നിരായുധീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോവുകയുമില്ല. അപ്പൊ ഇവരെ ഏറ്റുമുട്ടൽ എന്തായാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ തിരിച്ചു വന്നിട്ടുള്ള ഈ പലസ്തീനികളുണ്ടല്ലോ, തിരിച്ച് ഈ ഒരു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തിരിച്ചു വന്നിട്ടുള്ള ഈ പലസ്തീനികളുടെ കൂടെ ജീവൻ എടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ രണ്ടു കൂട്ടരും പോകുന്നത്. അല്ല, ജനങ്ങളുടെ ജീവൻ ഇരുവരും കവരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. അത് തുടരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഒന്ന്, ഫലസ്തീൻ ജനത അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതം, അവരുടെ ജീവൻ തന്നെ ഒരുപാട് പേരുടെ കവർന്നെടുക്കുന്നു. ഒപ്പം തന്നെ നിരവധി ആളുകൾ അംഗഹീനരായി മാറിത്തീരുന്നു. ഇങ്ങനെയൊക്കെ മുറിവേറ്റ ആളുകളുടെ മുറിവ് ഉണക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമില്ല. അപ്പോൾ അവരിൽ നിന്ന് വീണ്ടും ഹമാസോ അല്ലെങ്കിൽ തീവ്രവാദികളോ ഒക്കെ ഇങ്ങനെ ജനിച്ചുകൊണ്ടേയിരിക്കും. ഹമാസിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ഹമാസിനെ നിരായുധരാക്കുക എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന്. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക. അവരന്ന് തന്നെ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല. കാരണം അവരെന്നും അക്രമത്തിൻ്റെ ഒരു പാതയിൽ സഞ്ചരിക്കുകയും അക്രമികളുടെ വേഷം ധരിക്കുകയും അക്രമികളായി ജീവിക്കുകയും ചെയ്യാണ്. പക്ഷേ അവർ പറയുന്നത് ഇത് പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് വേണ്ടിയുള്ള അക്രമമാണ് എന്നാണ്. ഇതിന് ഒക്കെ പല വശങ്ങളും ന്യായീകരണങ്ങളായിട്ടുണ്ടാവാം. കാരണം നിരന്തരമായിട്ട് ഇസ്രയേൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അക്രമത്തിന് വിധേയമായി കീഴടങ്ങി ജീവിക്കണോ അതോ അതിനെ എതിർക്കണോ എന്ന ചോദ്യം ആണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം എന്താണ്? ഇരുപക്ഷവും പ്രശ്നപരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ ഇവിടെയില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നില്ല, ഹമാസിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇസ്രയേലിൻ്റെ ഭാഗത്തില്ലെങ്കിൽ പിന്നെ ഹമാസിൻ്റെ ഭാഗത്തുണ്ടാവില്ല, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്നില്ല, ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇസ്രയേൽ അധിനിവേശക്കാരനും അക്രമിയാണ്, അപ്പുറത്ത് നോക്കുമ്പോൾ ഹമാസ് ഭീകരവാദിയും അക്രമിയാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കാനായിട്ട് കഴിയുക? അസാധ്യമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഇവിടെ സമാധാനം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ സമ്പൂർണമായിട്ട് ഇസ്രയേൽ ഗസയെ വിഴുങ്ങി അവരുടെ കോളനിയാക്കി മാറ്റാൻ ശ്രമിച്ചാലും ഈ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. കാരണം കുറച്ചു കാലം ഇവരെങ്കിലും ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തിനെതിരെയുള്ള അമർഷം പൊട്ടിപ്പുറപ്പെടുകയും കലാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇസ്രയേൽ ഇതിൻ്റെ ഒരു അധിനിവേശം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഇസ്രയേലും അവരും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുകയുള്ളൂ. പക്ഷേ അത് അവരൊരിക്കലും തയ്യാറാവുന്നില്ല. കാരണം അവർ പറയുന്നൊരു യുക്തി എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും ഇസ്രയേലിനെതിരെയുള്ള ആളുകൾ, അക്രമികൾ അല്ലെങ്കിൽ പോരാളികൾ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം അവർ ഇത് ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ആകാൻ പാടില്ല. ലോകം പലസ്തീനികളുടെ ഒരു ഭൂമി അവിടെ നിർമ്മിക്കുകയും അവിടെ നിന്ന് തെമ്മാടികൾ അല്ലെങ്കിൽ അക്രമികൾ, ഭീകരവാദികൾ അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് പോവുക. എങ്കിൽ മാത്രമാണ് നമുക്കൊരു സമാധാനത്തെക്കുറിച്ച് അവിടെ പ്രതീക്ഷ പുലർത്താൻ പറ്റുള്ളൂ. എന്തായാലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ സമാധാനമുണ്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരവസ്ഥയുമില്ല. അതായത് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട ഹമാസും അതേപോലെ ഇസ്രയേൽ സേനയും പരസ്പരം വീണ്ടും അക്രമത്തിലേർപ്പെടുകയും യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മാറാതെ നമുക്ക് ഗസയിൽ സമാധാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടൊരു കാര്യമില്ല. ട്രംപല്ല ആര് പറഞ്ഞാലും ഇതിങ്ങനെ തുടരും എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഏക ആശ്വാസം എന്ന് പറയുന്നത് ഭക്ഷണ വണ്ടികൾ ഒരുപാട് അവിടെ എത്തുന്നതാണ്. ഈ റഫ അടച്ചാൽ അതും അടഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു ദുരന്തമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.